കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ 7ാമത്തെ ദിവസമാട്ടോ അത്. ഇന്നാട്ടോ ഈ വീഡിയോ ഇടാനുള്ളൊരു സാഹചര്യവും സന്ദർഭവും ഒത്തു വന്നത്. വേറൊന്നും കൊണ്ടല്ല, നല്ല മടി കൊണ്ടായിരുന്നേ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ന്യൂ ഇയർ ആഘോഷിക്കാൻ ഞങ്ങൾ കോഴിക്കോട് മാനാഞ്ചിറയിലേക്കാട്ടോ പോയത്. പക്ഷെ അന്ന് മാനാഞ്ചിറയിനേക്കാൾ കൂടുതൽ പരിപാടി കോഴിക്കോട് ബീച്ചിലേനു. അതുകൊണ്ട് ഇപ്രാവശ്യം കോഴിക്കോട് ബീച്ചിലേക്കാട്ടോ നമ്മൾ നേരെ പോയത്. പക്ഷേ കോഴിക്കോട് ബീച്ചിലെത്തിയപ്പോഴാണ് ആ ഒരു സത്യം നമുക്ക് മനസ്സിലായത്. വേറൊന്നല്ല, കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് ബീച്ചിലുണ്ടായിരുന്ന പരിപാടിയൊന്നും ഈ പ്രാവശ്യം കോഴിക്കോട് ബീച്ചിലില്ല. പക്ഷേ ആൾക്കാർക്കൊന്നും ഒരു കുറവും ഇല്ലേനു. ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നമ്മൾ മോളായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പണി കിട്ടുന്നുള്ളത് ഉറപ്പേനു. അവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കുന്നത്. ബ്ലൂ ഡയമണ്ട് മണ്ണിലേക്ക് പോകാന്ന് പറഞ്ഞ് അവിടേക്ക് പോയപ്പോൾ അവിടെയും സ്ഥിതി അത് തന്നെ. പിന്നെ ഒന്നും നോക്കിയില്ല, ആള് ലേശം കുറവുള്ളത് ഗോകുലമ്മാളിലേനു. പിന്നെ നേരെ അങ്ങോട്ട് പോയി. നമ്മൾ ഒരു നേരത്തെ സന്തോഷവും സുഖവും നോക്കിയിട്ട് കാര്യമില്ലല്ലോ, നമ്മളെ കുട്ടികൾ ഓക്കെ ആണെന്ന് കൂടെ നോക്കണ്ടേ. അവിടെ എത്തിയപ്പോഴത്തേക്കും വിശപ്പ് മാടി വിളിക്കാൻ തുടങ്ങി. പിന്നെ നേരെ ഫുഡും കഴിച്ച് നേരെ പിന്നെ മാനാഞ്ചിറ സ്ക്വയറിലേക്ക്. ഞങ്ങൾ 2025 സ്റ്റാർട്ട് ചെയ്തത് മാനാഞ്ചിറ സ്ക്വയറിൽ വെച്ചിട്ട് തന്നെ കേട്ടോ. അതുപോലെ തന്നെ 2026 സ്റ്റാർട്ട് ചെയ്യുന്നത് മാനാഞ്ചിറയിൽ തന്നെയാണ്. പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാട്ടോ. നേരം വൈകിയതുകൊണ്ട് തന്നെ SM സ്ട്രീറ്റിലെ എല്ലാ കടകളും ക്ലോസ് ആയിട്ടുണ്ട്. ആദ്യമായിട്ടാട്ടോ മിഠായി തെരുവ് ഇങ്ങനെ കാലിയായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് കല്ലായി പാലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴാട്ടോ ഇതുപോലൊരു വെടിക്കെട്ട് കാണുന്നത്. മാനാഞ്ചിറ സ്ക്വയറിന് പോലും ഇത്ര നല്ലപോലെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ആ വിഷമം എന്തായാലും ഇവിടെ തീർന്നു. അതുപോലെ തന്നെ ഈ വർഷം എല്ലാവർക്കും നല്ല വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു.